ഫ്രണ്ട്സ്, ഇന്നിതേ ഏട്ടൻ വൈകിട്ട് വന്നപ്പോൾ എനിക്കൊരു മുട്ടൻ പണിയായിട്ട് വന്നത് വേറെ ഒന്നും അല്ലാതെ ഒരുപാട് കോരമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കോരമീൻ. എനിക്ക് അതുപോലെ തന്നെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നേരേക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കടമ്പ തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. നല്ല മുള്ളുള്ള കാരണം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രമേ കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല. പകുതി നാളേക്കും വെക്കും, പകുതി ഇപ്പോൾ എടുക്കാമെന്ന് വെച്ചു. ഇത് സിമ്പിളായിട്ട് ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിത് വാങ്ങിയതിന് ശേഷം കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് ഒന്ന് നന്നായി കട്ടിയായതിന് ശേഷം മാത്രം മുറിച്ചാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല, കാരണം ഏട്ടൻ ഇത് വാങ്ങി വന്നപ്പോൾ തന്നെ 10 മണിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫ്രീസറിൽ വെക്കാൻ ടൈമില്ലാത്ത കാരണം ഞാൻ പകുതി മീനെടുത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് വളരെ ചെറുതായ കാരണം വളരെ പ്രയാസമായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഇതേ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തൊരു സ്പെഷ്യൽ ആയിട്ടാണ് പുളിവെള്ളം കേട്ടോ. അതായത് പുളി കുറച്ച് നേരത്തെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കും. അതിനുശേഷം അതിൽ നിന്നുള്ള ആ കട്ടിക്കുള്ള വെള്ളം എടുത്ത് നമ്മൾ മീനിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് തിരുമ്മി സെറ്റാക്കി വെക്കും കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ പൊരിക്കാൻ പാടുള്ളൂ. എന്നാലാണ് അതിലേക്ക് ഉപ്പും മുളകും നന്നായി പിടിക്കുക കേട്ടോ. അങ്ങനെയാണ്ട് എനിക്ക് അധിക സമയം ഉണ്ടായിരുന്നില്ല. ഞാനൊരു 3-4 നമ്മൾ മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മീൻ പൊരിച്ച അതേ ചട്ടിയിലേക്ക് തന്നെ ഇതേ ചെറുള്ളി ഞാനൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക്, ഒരു തക്കാളി എന്നിവ എടുത്തിട്ട് നന്നായി ചെറുതാക്കി ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മീൻ ഉണ്ടാക്കിയ ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ മീൻ ഉണ്ടാക്കിയ ചട്ടിയിൽ ചോറ് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കില്ലേ. അതേപോലെ തന്നെ കേട്ടോ, ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് അപാരം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാട്ടോ. അത് നമ്മൾ ചൂട് ചോറ് പ്ലേറ്റിലേക്ക് എടുത്ത് 2 മീൻ അങ്ങ് ഇട്ടിട്ട് ആ മറ്റ് മസാല കൂടി അങ്ങ് ഇട്ടിട്ട് കഴിച്ചാണല്ലോ എന്താ ഒരു ടേസ്റ്റ് അറിയും. ഒരു പറ ചോറ് വരെ നമ്മൾ വേണമെങ്കിൽ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണത് ഈ ഒരു മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണയായിട്ട് നമ്മൾ കരിമീനൊക്കെ പൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന മസാല ഇല്ല, അതേ ടേസ്റ്റ് ആട്ടോ ഇതിന്. ആ ഒരു പീസ് മീനും കുറച്ച് മസാലയും കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ലെവലാട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. ബൈ.